ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകത്തിനു മുന്നിൽ വ്യക്തമായി വിശദീകരിക്കാൻ സാധിച്ചെന്ന് ഡോക്ടർ ശശി തരൂർ MP. ഭീകരതയ്ക്കെതിരാണ് ലോകരാജ്യങ്ങളുടെ ശബ്ദം. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ സമയമുണ്ടെന്നും വിദേശ രാജ്യങ്ങൾ അതിനുള്ള വേദിയല്ലെന്നും ഡോക്ടർ തരൂർ വ്യക്തമാക്കുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഡോക്ടർ ശശി തരൂർ എന്നാണ് തിരിച്ചെത്തുക? വിവരങ്ങൾ. SKN ശശി തരൂരിനെ ഈ വിദേശ പ്രതിനിധി സംഘത്തിൽ തെരഞ്ഞെടുത്തത് മുതൽ ഉയരുന്നതാണ് ഈ കോൺഗ്രസിനകത്തെ ചില വിമർശനങ്ങൾ. അതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിൻ്റെ വക്താവാണ് ശശി തരൂർ എന്ന കോൺഗ്രസിൻ്റെ പല നേതാക്കളും ആരോപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ സമയമുണ്ട്, പക്ഷേ അതിൻ്റെ വേദിയല്ല നിലവിലുള്ളത്. അതായത് താനിപ്പോൾ വിദേശ രാജ്യ പര്യടനത്തിലാണ്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയല്ല നിലവിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മടങ്ങിയെത്തുമ്പോഴേക്കും മറ്റ് ചർച്ചകൾ നടത്താം എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നോട് നേതാക്കളൊന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല. രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഐക്യം പ്രതിനിധി സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണെന്നും ശശി തരൂർ പറയുന്നു. മറിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായുള്ള പ്രതിനിധി സംഘത്തിൻ്റെ പര്യടനം, അതിൽ ഇന്ത്യയുടെ സന്ദേശം വിജയകരമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നും തരൂർ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്തിനാണെന്ന് വ്യക്തമായി വിശദീകരിക്കാൻ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തരൂർ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ശശി തരൂർ മടങ്ങിയെത്തുമ്പോൾ നിലവിലെ വിവാദങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തുള്ള ആരോപണങ്ങൾക്ക് തരൂർ മറുപടി നൽകുമോ എന്നതാണ് നിർണായകമായിരിക്കുന്നത്. SKN.